കണ്ണൂർ കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ സിനിമാ താരം ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി. മാധ്യമപ്രവർത്തകനും കൊട്ടിയൂർ സ്വദേശിയുമായ സജീവനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം, ഇത് ഐബേഡ് മീഡിയ. നടൻ ജയസൂര്യ കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പല വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിന്നിരുന്നു. കാരണം ജയസൂര്യ അമ്പലത്തിൽ വരുമ്പോൾ വീഡിയോകളും ഫോട്ടോകളും എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു അത്രേ. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫർ നാം മനസ്സിലാക്കേണ്ടത്, അതേ അമ്പലത്തില് ജയസൂര്യ ക്ഷേത്ര ദർശനത്തിന് വന്ന അതേ അമ്പലത്തില് അവിടുത്തെ ആളുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തത്തെ ആളുകളല്ല, ദേവസ്വം ബോർഡിന്റെ ആളുകളും പിന്നെ മറ്റു പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും അദ്ദേഹത്തിന്റെ ജയസൂര്യയുടെ ഫോട്ടോസ് എടുത്തു. ചിത്രം പകർത്തുന്നതിനിടെയായിരുന്നു കയ്യേറ്റം. വൈശാഖ മഹോത്സവത്തിനായി കൊട്ടിയൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ക്യാമറമാനാണ് സജീവൻ. ദൃശ്യങ്ങൾ പകർത്തിയതും ദേവസ്വം ആവശ്യപ്പെട്ടിട്ടായിരുന്നു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നെ വിളിച്ചു വരുത്തിയാണ്, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഞാൻ അങ്ങനെ തിരുവനന്തപുരം വീഡിയോസ് എടുത്തു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ ആ പ്രശ്നം അതങ്ങനെ അവസാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ ഒരു വശത്ത്. പക്ഷേ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുത്തനുണ്ട്. അവനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം. കാരണം അവനൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഇടുന്ന ആളാണ്, പ്രചരിപ്പിക്കുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ട് വല്ലതും സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ട് വല്ലതും ചെയ്തിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളാണ്. അവന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നത് വീണ്ടും ഇപ്പൊ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് അവനൊരു വീഡിയോ ചെയ്തു. ഹജ്ജിന് പോകുന്ന ആളുകളെയും സൂംബ ഡാൻസുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഇതാ വീണ്ടും ജയസൂര്യ ക്ഷേത്ര ദർശനം നടത്തിയതും ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കൂട്ടിച്ചേർക്കൽ. ഹജ്ജും ജയസൂര്യ ക്ഷേത്ര ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവനിവിടെ പറയുന്നത് അവന്റെ ടൈറ്റിലിംഗ് എന്നെ കാണിക്കുന്നത്, അവന്റെ വീഡിയോന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ജിഹാദികൾ എന്നാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഇവൻ ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഈ പരനാറി, അങ്ങനെ തന്നെ പറയട്ടെ, എന്താണ് ഇവന്റെയൊക്കെ അവസ്ഥ? കയ്യിലൊരു സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് കരുതി വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ്. ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഇവൻ, ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം സമൂഹത്തിലിരിക്കുന്ന നമ്മുടെ നാട്ടില് നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ, അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും നല്ല ജനങ്ങൾ, നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ കൂടി ജീവിക്കുന്ന ഈ ആളുകൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഇവൻ ഈ വീഡിയോയില് സോഷ്യൽ മീഡിയയില് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ജിഹാദികൾ എന്ന് പറഞ്ഞിട്ടാണ്. ജയസൂര്യയുടെ ചെയ്തതുമായി ബന്ധപ്പെട്ട് ജയസൂര്യ ക്ഷേത്രം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നത്തിൽ ആ വീഡിയോക്ക് കമന്റ് വന്നു. ആ കമന്റിനുമായി ബന്ധപ്പെട്ടാണ് അവൻ ഈ സംസാരിക്കുന്നത്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതില് പല ആളുകളും ആ വീഡിയോ കാണും. അപ്പോൾ പല ആളുകൾക്കുമുള്ള അഭിപ്രായം പല ആളുകൾ പറയും. ഇപ്പൊ ഇവൻ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവൻ അത് എടുത്ത് വീഡിയോ ആക്കുന്നില്ലേ? ഇപ്പൊ ഈ വീഡിയോ ചെയ്തതുപോലെ തന്നെ അതുപോലെ തന്നെ ആ വീഡിയോക്ക് കമന്റുകൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവനത് പ്രൈവറ്റ് വീഡിയോ ആക്കി വെക്കട്ടെ. ഏതോ ആളുകള് അതിന് കമന്റ് എഴുതിയ പോലും ജയസൂര്യ ചെയ്ത് ശരിയായില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിനെതിരെ ഇവൻ ജിഹാദി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കിയിരിക്കുന്നത്. പിന്നെ സൗദിയില് ഹജ്ജിന് ചെല്ലുമ്പോൾ അദ്ദേഹം, സിറിയന്റെ പ്രസിഡന്റ് ഹജ്ജിന് ചെല്ലുമ്പോൾ സൗദിയിൽ ഹജ്ജ് ചെയ്യാൻ ചെന്നപ്പോൾ ഉണ്ടായ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായ സെക്യൂരിറ്റി സംവിധാനവുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയ സമയത്ത് നടന്റെ ഒപ്പമുള്ള ആളുകള് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫർ മാത്രമല്ല മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള സജീവൻ
അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ആ സമയത്ത് വാക്കുതർക്കം ഉണ്ടാവുന്നു. അതിനെ തുടർന്ന് ഇപ്പൊ മാധ്യമങ്ങളിലൂടെ വരുന്നത് പരാതി കൊടുത്തിരിക്കുന്നു നടനും നടനൊപ്പമുള്ള ഒക്കെ ആളുകൾക്ക് എതിരെയായിട്ട്. ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. വേടനെയൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആളുകൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഇല്ലാത്തൊരു വിഷയത്തെ ഉണ്ടാക്കി കാണിക്കുകയാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യം. ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, നടൻ ജയസൂര്യ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, ഒരു നടനാണ്. കേരളത്തിലെ ഏതൊരു കവലയിൽ ഇറങ്ങിയാലും ആളുകൾ തിരിച്ചറിയുന്ന, ഏതാളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു നടനാണ് ജയസൂര്യ. അതെ, ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്ക്. ജയസൂര്യ ഒരു സാധാരണക്കാരനാണ്. താൻ ഇവിടെ പറഞ്ഞല്ലോ, ഒരു ജയസൂര്യ ഒരു നടനാണ്. ഓക്കെ, ജയസൂര്യൻ നടനാണ്, നടൻ മാത്രമാണ്, അല്ലാതെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല. ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തി ഒരു നടൻ. നടൻ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ, സമൂഹത്തിന്റെ സ്വത്താണ്, പൊതു സ്വത്താണ്. അവൻ വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്തതിന് ആ ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും പ്രചരിപ്പിച്ചു വന്നു, പബ്ലിഷ് ചെയ്തു. അതിന് ആളുകൾ കാണുമ്പോൾ കമന്റുകൾ എഴുതും. അതിന് ഇത്രയേറെ നീ ആകെ വിരളി പൂളേണ്ട ആവശ്യമില്ലടോ ഫൈസൽ കാരാട്ട്. താനിപ്പോ പറഞ്ഞല്ലോ വേറൊരു കാര്യം കൂടെ, വേടനെ പൊക്കി നടന്നവർ എന്ന്. വേടന്റെ കാര്യം താൻ ഇപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം, വേടനെ പൊക്കി നടന്നവർ അങ്ങനെയല്ല. ആ ഒരു ഭാഷ താൻ ഉപയോഗിക്കണമെങ്കിൽ താൻ എന്താ ഉദ്ദേശിച്ചത്? താൻ ഉദ്ദേശിച്ചത് ഇവിടെ വിഷം കുത്തിവെക്കുക എന്നുള്ളതല്ലേ? ഇവിടെ വേടൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അവന്റെ റൂട്ട്, അവന്റെ ചാനൽ, അവന്റെ വഴി വേറെയാണ്. എന്തിനാ അവനെ ഇതിലേക്ക് എടുത്ത് നീ എറിയുന്നത് ഇതിലേക്ക്? അതുപോലെ തന്നെ സിറിയന്റെ പ്രസിഡന്റ് ഹജ്ജിന് പോയി, അതിന് വലിയ സെക്യൂരിറ്റി ഫോഴ്സ് കൊടുത്തു. ഇവിടെ അത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്, മനസ്സിലായില്ലേ? അദ്ദേഹം ഹജ്ജിന് പോകുമ്പോൾ കൊടുത്ത സെക്യൂരിറ്റിനെ കുറിച്ച് നീ ഇവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ തുറന്നു പിടിച്ച് വള എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെല്ലാം എന്താണ് ഉദ്ദേശം തന്റെ എന്ന് വെച്ചാൽ, തനിക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലേ തനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ, തനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം കിട്ടുള്ളൂ. കാരണം താന് ഈ വീഡിയോക്ക് കൊടുത്ത ടൈറ്റിലിംഗ് തന്നെ കണ്ടാൽ അത് മനസ്സിലാവും. താൻ എന്ത് വിചാരിച്ച, തനിക്ക് പലരെയും വെച്ച് പലരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ പൊളച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോകൾ ചെയ്യാം, പല ആളുകളെയും കുറ്റം പറയാം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ വളരെയേറെ വിമർശിക്കാം. വിമർശനം എന്നല്ല, വിമർശനമാവാം. പക്ഷേ താൻ എന്താണ് വിളിച്ചു പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ കാതലായ കാര്യങ്ങൾ എന്താണ്? താൻ ഈ ചെയ്യുന്നതിന്റെ ബുദ്ധിപരമായ ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. തന്റെ വീഡിയോക്ക് കൂടുതലും കമന്റും ലൈക്കും ഷെയറും താൻ പണം ഉണ്ടാക്കുന്നത് മറ്റു ആളുകൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് എതിരെയായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് താൻ പണം ഉണ്ടാക്കുന്നത്. അതിന് ഇങ്ങനെ തന്റെ വീഡിയോകൾ കാണണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരെ താൻ സംസാരിക്കണം. തന്റെ ബുദ്ധി അതാണ്. അതിനെതിരെ താൻ നല്ല യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം മുസ്ലിങ്ങളെ ഇകഴ്ത്തുക, മുസ്ലിങ്ങളെ കുറ്റം പറയുക, മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് കയറുക, എന്നിട്ട് വീഡിയോ ചെയ്യുക. അപ്പൊ തനിക്ക് പണം ഉണ്ടാക്കാം. എടാ നാറി, പരനാറി, അങ്ങനെ തന്നെ പറയട്ടെ, പരനാറി. കാരണം താൻ എല്ലാം ജനിക്കണം, അത് നല്ല രീതിയിൽ ജനിക്കണം, മനസ്സിലായില്ലേ? നല്ല രീതിയിൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പച്ചയിൽ പറഞ്ഞു തരാം. ഒറ്റത്തന്തയ്ക്ക്, അത് നല്ല തന്തയ്ക്ക് ജനിക്കണം. അല്ലാതെ സമൂഹത്ത് വിഷം കുത്തി വെച്ചിട്ടല്ല പണം ഉണ്ടാക്കല്. അതാണ് ഇപ്പൊ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജയസൂര്യ ഒരു ക്ഷേത്രത്തിൽ വന്നു, അതിനെതിരെ താൻ ഇങ്ങനെ കിടന്ന് പുലമ്പേണ്ട, അതിനെ വന്നു ഫോട്ടോ എടുക്കണ്ട എന്ന് അവന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു. അതിന് ആ വീഡിയോക്ക് കമന്റുകൾ വന്നു. കമന്റുകൾ പലരും പല രീതിയിൽ എഴുതും, മനസ്സിലായില്ലേ? അതെല്ലാം വായിക്കാനും അതെല്ലാം കാണാനുള്ള തന്റെ ഇടവും അതേപോലെ അത് ക്ഷമിക്കാനുള്ള കഴിവൊക്കെ വേണം. താൻ എന്തെല്ലാം ആർക്കെല്ലാം എതിരെ വിളിച്ചു പറയുന്നത്, അതിനൊന്നൊരു പ്രശ്നമില്ലേ? അപ്പൊ അതിനെതിരെ കമന്റുകൾ വരുമ്പോൾ അതും ക്ഷമിക്കാനും കാണാനും കണ്ടു നിന്ന് മുന്നോട്ട് പോകാനുള്ള കഴിവ് വേണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കരുത്. നാറി
സ്വന്തം നാട്ടിൽ നല്ല മനുഷ്യന്മാർ തമ്മിൽ തെറ്റിക്കാനുള്ള ഓരോ വീഡിയോ ഇറങ്ങിക്കൊള്ളും. എന്നിട്ട് അതിന് ആ വീഡിയോക്കാരിൽ കമന്റ് എഴുതിയാൽ അവരെ കുറിച്ച് ജിഹാദി എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവൻ വീഡിയോ ചെയ്യുക. അതെ, ജയസൂര്യ ഒരു നടനാണ്, നടൻ മാത്രം. അവൻ ഏത് കവലയിൽ ഇറങ്ങിയാലും ആളുകൾ കൂടും, തിരിച്ചറിയും ആളുകൾ അവനെ, ജയസൂര്യയെ. അപ്പോൾ എന്ത് ചെയ്യും? ആളുകൾ ഫോട്ടോസ് എടുക്കും, വീഡിയോ എടുക്കും. അത് സോഷ്യൽ മീഡിയയിലും വാർത്തയിലും വരും, ആളുകൾ കമന്റും എഴുതും. അതിനെന്തിനാണോ താനിങ്ങനെ കിടന്ന് വിരളി പൂണ്ടുന്നത്? എന്തിനാണ് താനിങ്ങനെ കിടന്നിട്ട് ചലയ്ക്കുന്നത്? നമുക്ക് ഉദാഹരണത്തിന് ഹജ്ജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നത്. സിറിയയുടെ പ്രസിഡന്റ്, ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അഹമ്മദ് അൽഷറ എന്ന് പറയുന്ന ആള് മൗദൂദികളൊക്കെ ഇവിടെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന അടുത്ത വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടുന്ന ആളാണ്. വലിയ സംവിധാനങ്ങൾ, മുസ്ലിങ്ങൾ മാത്രം വരുന്ന ഒരു സ്ഥലം, അവിടെ പോലും വലിയ സൈനിക അകമ്പടിയോട് കൂടിയിട്ട് ആരാധനാലയത്തിലേക്ക് വരിക, വലിയ അകമ്പടിയോട് കൂടിയിട്ട് ഈ പറയുന്ന ഹജ്ജ് ചെയ്യാൻ വരുന്ന ഇതിനേക്കാൾ സംവിധാനം, അല്ലെങ്കിൽ ഉംറക്ക് വരുന്നതിനേക്കാൾ വലുതൊന്നും നമ്മുടെ കേരളത്തിലൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചില്ലല്ലോ. അല്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളതല്ല ഇത്. നമ്മൾ എടുത്തുയർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, എവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക്, അതിനൊരു അകമ്പടി കൊടുക്കുമ്പോഴേക്ക്, അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴേക്ക് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് നിരന്തരം വന്നുകൊണ്ട് ഇത്തരം ഒരു കമന്റ് ക്ഷേത്രത്തിൽ പെട്ടെന്ന് കൂടും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും എന്തിനാണ് ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണുമ്പോഴേക്ക് ഇത്തരത്തിൽ കമന്റുകളുമായിട്ട് ആളുകൾ ചാടി ഇറങ്ങുന്നത്? സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ഇത്തരം കമന്റുകളെ നോക്കിക്കാണണം. ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കെതിരെയാണത്രേ ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്നവൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇവൻ പറയുന്നത് മുസ്ലിങ്ങൾ വലിയ സംഭവങ്ങളാണല്ലോ, മുസ്ലിങ്ങൾ വലിയ സംഭവമാണ്. അവിടെ സൗദിയിൽ ഹജ്ജിന് ചെന്ന സിറിയൻ പ്രസിഡന്റിന് വലിയ സുരക്ഷ ഒരുക്കി, വലിയ അകമ്പടിയാണ് ഒരുക്കി കൊടുത്തത്. അങ്ങനെയെല്ലാം ആവാം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താൽ അതിനെതിരെ കമന്റ് ഇടുക, എന്തൊക്കെയോ പറയുന്ന ഇവൻ. എന്താണ് ഇവൻ പുലമ്പുന്നത് എന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ ഇവൻ എന്തിനാണ് ചെയ്തത് എന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. എന്റെ കാര്യം ഞാൻ വീട്ടിൽ തുറന്നു പറയാണ്. ഇത്തരം ആളുകൾ, അത് ഈ ഫൈസൽ കാരാട്ടായാലും ശരി, ആരായാലും ശരി, അവരെ ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഒരു സിനിമാ നടൻ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു, അത് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, വീഡിയോന്റെ മെസ്സേജ് ബോക്സിൽ കമന്റുകൾ എഴുതിയാരോ, അതിനാണ് ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ നാറി ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന രീതിയിലുള്ള വീഡിയോവുമായി വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിന്റെ ആവശ്യമാണ് ഇതെല്ലാം? ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യരെ വെറുതെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുക, ഒരു ഭീകരത, ഒരു വിഷം ഉള്ളിൽ കയറ്റി വിടുന്ന ഒരു രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക. ജയസൂര്യ എന്ന് പറയുന്ന സിനിമാ നടൻ വന്നു, ഒരു ക്ഷേത്രത്തിൽ തൊഴുതു പോന്നു, ആളുകൾ കൂടും, അവിടെ ഫോട്ടോസ് എടുക്കും. ഇതിനെല്ലാം ഇങ്ങനെ ഇവൻ സംസാരിച്ചാൽ അതിന്റെ കമന്റ് ബോക്സിൽ വന്നു ഇവൻ പറയുന്നത് ആകെ തുകയുള്ള പറയുന്നത് വെച്ചാൽ അവൻ ചെയ്യുന്ന വീഡിയോകൾക്കെതിരെ കമന്റ് എഴുതാൻ പാടില്ല. ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് ആർക്കറിയാം? അതിന് ജിഹാദികൾ, സൗദിയിൽ വന്ന് ഹജ്ജിന് പോകുന്ന ആളുകള്, അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, വലിയ പ്രൊട്ടക്ഷൻ ആണ്, എന്തെല്ലാമാണോ ഇവൻ വിളിച്ചു പറയുന്നത്?